നമ്മൾ നമുക്ക് പരിപാടി രാവിലെ എണീറ്റിട്ടുള്ളൂ. സൺറൈസ് കാണാൻ പോവാം. സെറീനിറ്റി ബീച്ചല്ലടി. ആ ഇവിടെ അടുത്ത് തന്നെയാണ്. ആകെ 450 മീറ്റർ ഉള്ളൂ. വേഗം വാ. ഓക്കെ 46 36 എണീക്കാൻ ലേറ്റായി. പോയൊക്കെ എന്തായാലും ഇന്ന് കണ്ടില്ലെങ്കിൽ നാളെ പോയി കാണാം. അത്രേ ഉള്ളൂ. അല്ലടി സൂര്യനെവിടെ? വെളിച്ചൊക്കെ വരും ചെയ്തു. സൂര്യേട്ടനെ കാണാനും ഇല്ലല്ലോ. അതെന്ത് അങ്ങനെ? സൂര്യനെ കാണാനില്ല ഗൈസ്. ഈ മഴക്കാറില്ലാണ്ടാണോ എന്നറിയില്ല. ഈ ബീച്ച് നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് ആകെ കുറച്ച് ദൂരമുള്ളൂ. നടക്കാനുള്ള ദൂരമുള്ളൂ. ബൈക്ക് എടുത്ത് വരാനുള്ള ദൂരമല്ല. ഒരു 400-450 മീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് നടന്ന ഈ ബീച്ചിൽ എത്തും. ഇവിടെ സർഫിങ്ങിൻ്റെ ലെസൺസ് ഒക്കെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സർഫിങ്ങിൻ്റെ ബോർഡ് റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കുറേ ആക്ടിവിറ്റി ഉണ്ട്. പിന്നെ കണ്ടില്ലേ നമുക്ക് ആ എഡ്ജിലൊക്കെ പോയിക്കാം. ഇല്ല എന്നെ സ്നേഹിക്കാൻ വരിക എൻ്റെ അടുത്തേക്ക് അല്ലേ? എന്താണ് ഓള് പാവാണ്. ജോളെ പേടിപ്പിക്കണേ. എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. സൂര്യനെ കാണാനില്ല ഗൈസ്. പ്ലാൻ മൂഞ്ചി. ഇവിടെ പരിപാടി അവതരിപ്പിച്ചാലും തന്നെയാണല്ലോ. കൊഞ്ഞാടണ്ട. എവിടെ ആറ് 5:45 കാണിച്ചേ. 5:57 ആളെത്തിയിട്ടില്ല. പങ്ക്ച്വാലിറ്റി ഇല്ല പുള്ളിക്ക്. സോ സാഡ്. ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടുകയാണല്ലോ. അപ്പോ ക്യാമറയും ഒപ്പം ചാടട്ടെ. ചോദ്യം വന്നില്ല, ഒന്നും വന്നില്ല. എന്തൊരു കഷ്ടാണ്. 6:14 5:45 കൊണ്ട് 6:14 ആളെത്തിയിട്ടില്ല. നേരം ഫുള്ള് വിളിച്ചായി. നേരം പെലാന്ന് പെലർന്നു. ഗൈസ്
പണിപ്പാളി ആള് മേലെത്തിക്കണേ. അവിടെ കാണാണ്ടോ ചെറിയൊരു വട്ടം. ചേടാ എന്ത് പരിപാടിയല്ലേ. മഴക്കാറുണ്ടായിരുന്നോണ്ടാണ് എന്താണോ അറിയില്ല. സൂര്യൻ മേലെത്തിയിട്ട് നമ്മള് സൂര്യേട്ടൻ മുകളിലെത്തി. ഗായ്സ് ഞങ്ങളെ പറ്റിച്ചു. അപ്പോൾ അവിടെ ഒരു ഫിഷിംഗ് ബോട്ട് കരയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നാട്ടിനൊരു താല്പര്യം അതിലെന്താണെന്ന് അറിയാൻ, അല്ലടി എന്ത് മീനാണെന്ന് അറിയാനൊരു ആഗ്രഹം. തീർന്ന് ആ പൂതി അങ്ങ് തീർന്നു. ഒരാ നെറ്റ് നിർത്തിടുക. ഈ സാധനം കൊണ്ടാണ് കരയ്ക്ക് വരുന്ന ബോട്ടുകളൊക്കെ വലിച്ച് കയറ്റണത്. അതിന് ഉപയോഗിക്കുന്ന ട്രാക്ടറാണ്. ഇപ്പുറത്തും കൊണ്ടുവന്ന് ഇതിൻ്റെ അപ്പുറത്തും കൊണ്ടുവന്ന്. അങ്ങനെ സൺറൈസ് കാണൽ കഴിഞ്ഞു. ഇനി എന്താ പരിപാടി? ഇനി ഓറോവില്ല് പോകണം. പിന്നെ എന്തോ ഒരു വിനായകൻ ടെമ്പിളോ അല്ലേ, ആദ്യം വല്ലതും തിന്നണം. വിശക്കുണ്ട്. ഇവിടെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. റോട്ടിൽ പോകേണ്ടി വരും. ഒരു ചായ കുടിച്ചിട്ട് റൂമിൽ പോയി ഫ്രഷ് ആയി പോകാമെന്ന് വിചാരിക്കാം. അപ്പോൾ വരണ വഴിക്കാൻ ഒരു ചായക്കടത്ത് ഒരു ചായ കുടിക്കാം എന്ന് വിചാരിച്ചു. മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത പരിപാടി പറഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെ ഒരു വലിയ ടെമ്പിളുണ്ട്. അത്യാവശ്യം കാണാൻ അടിപൊളിയായിട്ടുള്ളൊരു ടെമ്പിളാണ്. എന്താടി ടെമ്പിളിൻ്റെ പേരെന്താണ്? അവേ ടെമ്പിളിൻ്റെ പേരെന്താ? പേര് മറന്നു ഗൈസ്. ഇവിടെ അടുത്തൊരു ടെമ്പിളുണ്ട്. എന്തായാലും വിനായകൻ ടെമ്പിളാണ്. അപ്പോൾ അവിടെ പോയിട്ട് അത് കാണാം. അത് കഴിഞ്ഞ് ഓറോവില്ല് പോവാം. അത് കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ബീച്ചോ. ട്രെയിൻ പോണ സൗണ്ട് അല്ല അത്. ആ അമ്പലത്തിൽ നിന്ന് കൊട്ടെന്തോ കേൾക്കുക. എന്താണ്? മംഗളം ടെമ്പിളോ വിനായക ടെമ്പിൾ. അവിടെ പോയിട്ട് അവിടുത്തെ ആ ആർക്കിടെക്ചറും പിന്നെ അവിടെ കുറേ ഈ ശില്പങ്ങളുണ്ടല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച് കാണാൻ നല്ല സെറ്റപ്പായിട്ടുള്ളൊരു അമ്പലമാണെന്നാണ് എല്ലാവരും വീഡിയോസിൽ പറയണത്. അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ ഓറോവില്ലയോ വേറെ എവിടെ വെച്ചാൽ സമയമുള്ള മാതിരി നമുക്ക് ചെയ്യാം. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഫോറിനേഴ്സൊക്കെ ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് അവിടെ ടെമ്പിളിലേക്ക് ഇറങ്ങാൻ പോയി നോക്കാം. കൊടുത്തോ? സംഭവം ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഫ്രഞ്ച് കോളനിയൊക്കെ വളരെ അടുത്തല്ലേ. ശരിക്കും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇവിടെ വന്ന് രാവിലെ കണ്ടിട്ട് ഇവിടുന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ ഫ്രഞ്ച് കോളനിയൊക്കെ. സുന്ദരിയായി ഇപ്പോൾ. ഇല്ലല്ല മുല്ലപ്പ് വെച്ച് നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇനിയിപ്പോൾ ഇറങ്ങാണ്. ഇവിടുന്ന് ഇറങ്ങാണ്. ഇവിടെ എന്താ വെച്ചാൽ പണ്ടൊക്കെ തോന്നുന്നു അമ്പലത്തിൻ്റെ ഉള്ളിൽ മൊബൈലും വീഡിയോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു തോന്നുന്നുണ്ട്. കാരണം വീഡിയോസിലും യൂട്യൂബിലെ വ്ളോഗ്സിലൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഉള്ളിൽ മൊബൈൽ ഫോൺ അലൗഡ് അല്ല. ഞാൻ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു
ചേട്ടൻ വന്നിട്ട് വീഡിയോ എടുക്കാൻ പാടില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ വിചാരിച്ചു എല്ലാവരും എടുക്കുന്നുണ്ടല്ലോ, ഉള്ളിൽ ആൾക്കാർ ഫോൺ യൂസ് ചെയ്യുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല. മൊബൈൽ ഉപയോഗിക്കാം, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളിത് അപ്പോൾ ഇവിടെ നിന്ന് നല്ല മഴക്കാറുള്ള മാതിരി തോന്നുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി അടുത്ത ഓറോവില്ലി പിടിക്കണം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയില്ല. ഇവിടെ ഒരുത്തി വെറുതെ ചൂടാവുക. സംഭവം എന്താ വെച്ചാൽ വിശന്നിട്ടാണ്. വിശന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വെറുതെ ചൂടാവും. ഇതപ്പോൾ ലാസ്റ്റ് എന്താ ഇവിടെ ഒരു ഇഡ്ഡലിക്കട കണ്ടപ്പോൾ അവിടെ കഴിക്കാൻ നിർത്തിയില്ല. അവിടെ വെച്ചാൽ ഇവിടുത്തെ ലോക്കൽസൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും നല്ല ഫുഡായിരിക്കും, കുഴപ്പമില്ലാത്ത ഫുഡായിരിക്കും. കണ്ടോ ഒരുപാട് പേര് കഴിക്കുന്നുണ്ട്. വടകറി, ഇഡ്ഡലി, സാമ്പാർ, പുളിച്ചമ്മന്തി. പോണ്ടിച്ചേരിയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ കിട്ടും നമുക്ക് ഈ മാതൃമന്ദിറിലേക്ക് എത്താൻ. ടൗണിൽ നിന്നൊക്കെ ഒരുപാട് വിട്ട് കുറച്ച് ഒരു ഉള്ളേരിയ പോലത്തെ ഒരു സ്ഥലത്താണ് ഈ സംഭവം. അപ്പോൾ നമ്മൾ അങ്ങനെ അവസാനം ഓറോവില്ലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഉള്ളിലേക്ക് പോകുമ്പോൾ ഏകദേശം 1 കിലോമീറ്റർ നടക്കാണ്ട്. നമുക്ക് ഉള്ളിൽ വെള്ളമൊന്നും അവൈലബിൾ അല്ല, പുറത്തുനിന്ന് വാങ്ങി പോകണമെന്നാണ് പറയുന്നത്. നമ്മളെന്തായാലും വെള്ളം വാങ്ങി കണ്ടിട്ടുണ്ട്. വെള്ളം എടുത്തിട്ട് നടക്കുന്നത് കുറച്ച് ദൂരം നടക്കാണ്ട് ഉള്ളിലോട്ട്. അങ്ങോട്ട് ബസ് ഉണ്ട്, പക്ഷെ അത് സീനിയർ സിറ്റിസൺസിനൊക്കെയാണ് ആദ്യം പ്രയോറിറ്റി തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. എന്തായാലും പോയി നോക്കാം. വണ്ടി ഹാൻഡ് ലോക്ക് ചെയ്തു, പിന്നെ ഹെൽമെറ്റ് വെച്ച് ലോക്ക് ചെയ്തു. ഇനി എന്തായാലും നടന്നു നോക്കാം. ഇവിടേക്ക് എൻട്രി ഫീ ഒന്നും ഇല്ല അതിൻ്റെ ഉള്ളിലേക്ക്, പക്ഷേ വണ്ടിക്ക് ബൈക്കിന് കയറാൻ 50 പിന്നെ കാറിന് 100 അങ്ങനെ എന്താണ് ഫീസ് വരുന്നത്. വലിയ വണ്ടികൾ, ബസ്, ട്രാവലർ അങ്ങനത്തെ വണ്ടികളൊന്നും ഉള്ളിലേക്ക് കടത്തി വിടുന്നില്ല. ഇങ്ങോട്ട് വരുന്നതന്നെ അല്ല, ചെറിയ റോഡാണ് വരുന്ന വഴിക്കൊക്കെ. അപ്പോൾ നമ്മൾ ആ വണ്ടി അവിടെ പാർക്ക് ചെയ്തു, പാർക്കിംഗ് ഫീസ് കൊടുത്തു, കയറാൻ പോവാണ്. കുറച്ച് ദൂരം നടക്കാണ്ട്, പോയി നോക്കാം എന്തായാലും. സെൻറ്റർ ഓറോവില്ലി. ഇവിടെ ഇപ്പോൾ നമുക്ക് ദൂരത്ത് നിന്നിട്ട് ഈ മാതൃമന്ദിർ കാണാൻ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ മുന്നക്കൂട്ടി ബുക്ക് ചെയ്തിട്ട് ചില ടൈമിൽ മാത്രമേ അങ്ങോട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കടക്കാൻ പറ്റില്ല. ഇതിൻ്റെ പണി മൊത്തം കഴിഞ്ഞിട്ടില്ല, പണികൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 150 പരം രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. പല കൾച്ചറും ഉള്ളവരൊക്കെ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. പിന്നെ ഉള്ളിൽ ഇതേപോലെ ഇലക്ട്രിസിറ്റി അങ്ങനത്തെ പരിപാടിയൊന്നും ഉള്ളിലോട്ടില്ല തോന്നുന്നുണ്ട്. പോണ വഴിയും ഇപ്പോൾ ഈ സ്ഥലം നിൽക്കണത് തന്നെ പോണ്ടിച്ചേരിയിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്റർ, അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിലാണ്. ടൗണിൽ നിന്ന് ഒരുപാട് ദൂരത്ത് മാറിയൊരു കാട് പിടിച്ച ഏരിയയിലാണ്, കുറച്ച് പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയയിലാണ് ഈ സ്ഥലം നിൽക്കുന്നത്. ഇതിൻ്റെ വർക്കിന് മുഴുവൻ കഴിഞ്ഞിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്നാക്സോ ഫുഡ് ഐറ്റംസോ വാട്ടറോ എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങി പോകണം. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഒന്നുമില്ല. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയ കഴിഞ്ഞാൽ ഉള്ളിൽ കയറിയാൽ പിന്നെ അങ്ങനത്തെ ഒരു ഫുഡിൻ്റെ ഐറ്റംസ് ഒന്നും കിട്ടില്ല. നമ്മൾ എന്തെങ്കിലും വാങ്ങണ്ടെങ്കിൽ ഇവിടെ തന്നെ വാങ്ങിപ്പോകണം. എന്തെങ്കിലും വാങ്ങണോടി, സ്നാക്സോ വേണ്ട, നമുക്ക് എന്തായാലും പോയേക്കാം. വെള്ളം ബോട്ടിൽ എന്തായാലും നമ്മൾ കൈ പിടിച്ചിട്ടുണ്ട്. ഉള്ളൊരു വിജനമായ സ്ഥലം. ഞാൻ തന്നെ വീഡിയോ എടുത്താ ഹലോ, ഞാൻ എന്നെ എടുക്കട്ടെ അല്ലെങ്കിൽ ജിന്നെടുക്കുവോ?
ശോകം. അത് കഴിഞ്ഞിട്ട് ചിരിക്കാൻ പറ്റണ്ടേ. ടോയ്ലറ്റ്, വീഡിയോ റൂമാ. അല്ലേ, പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. കാനഡ, ഈജിപ്റ്റ്, എത്യോപ്യ, ഒരുപാട് സ്ഥലങ്ങളത്തെ ആൾക്കാരൊക്കെ കൂടെ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു 45 മിനിറ്റ്സിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഉണ്ട്, ഒരു മൂവിയൊക്കെ ഉണ്ട് ഈ മാതൃമന്ദിറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ഇതാണ് അതിൻ്റെ, നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഗ്ലോബിൻ്റെ ഉൾഭാഗമാണിത്. ഇവിടുന്നാണ് ഉള്ളിലോട്ട് കയറാനുള്ള പാസ്. ഇവിടുന്ന് സൈക്കിൾ എടുത്തിട്ട് നമുക്ക് പോവാം. വി ഡോൺ റൺ സൈക്കിൾസ് ടു മാതൃമന്ദിർ. ഓപ്പണിങ്, ഇന്ന് ക്ലോസ്ഡ് ആണ് സൈക്കിൾസ്. ഇവിടുന്നാണ് നമ്മൾ ഫ്രീ പാസ് എടുക്കുക. പിന്നെ ബസ്സിൻ്റെ ഷട്ടിൽ സർവീസൊക്കെ ഉണ്ട്, പക്ഷെ ഇന്നതൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നു. പിന്നെ ഇവിടെ വരുന്ന ഒരുവിധം ആൾക്കാരൊക്കെ നടന്നിട്ട് തന്നെയാണ് ഉള്ളിലേക്ക് പോകുന്നത്. അല്ലാണ്ട് ബസ്സിൽ പോണത് ഈ വയസ്സായവരും പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരും അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. 1.5 കിലോമീറ്റേഴ്സ്, 30 മിനിറ്റ്സ് വാക്ക്. മാതൃമന്ദിർ വ്യൂ പോയിന്റ്. ഇങ്ങനെ പോണ വഴിക്ക് ഇവിടെ ഓരോ വില്ലേജിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, ഇത് തുടങ്ങാനുള്ള കാരണം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ആരാണെന്നുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ബസ്സിൻ്റെ ഷട്ടിൽ സർവീസൊന്നും ആരംഭിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. വണ്ടിക്ക് അതവിടെ മൂലയ്ക്ക് നിൽക്കുന്നു, നടന്നിട്ട് തന്നെ പോകണം. മാതൃമന്ദിർ വ്യൂ പോയിന്റ്. ഇന്ന് വളരെ തിരക്ക് കമ്മിയാണ്, അധികം ആൾക്കാരില്ലെന്ന്. ഉണ്ടാ, ഫുൾ ഫ്രീ ആയി കിടക്കുക. മാതൃമന്ദിർ വ്യൂ പോയിന്റ്. എല്ലായിടത്തും ഇങ്ങനെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് ആ കൺഫ്യൂഷൻ. ഒരുപാട് വഴികളുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഒക്കെ அந்த സൗണ്ട് മ്യൂസിയം എங்கே இருக்கு? எங்கே இருக்கு அது? நடந்துட்டு தானா? பைக் இருக்கு. அது வந்து வேற பிளேஸா? அப்படியே, ஓகே, தேங்க்ஸ் அக்கா. അത് വേറെ സ്ഥലമാണ് ഗൈസ്. ചീറ്റിപ്പോയി. എന്നാലും അവിടെ കൂടി പോയി നോക്കണം. അത് ഭയങ്കര വീഡിയോസ് കണ്ടപ്പോൾ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾ. അത് നമുക്ക് ഈ ചണ്ടയും കൂട്ടും പരിപാടിയൊക്കെ ആയിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ടേ പോകാൻ ഭയങ്കര താല്പര്യം. അവിടെ പോയി നോക്കാം. ഇവിടെ വരുത്തിയതാ വെയിലടിച്ച് കറക്കുമല്ലോ എന്ന് വിചാരിച്ച് നടക്കുക. പറ്റിയായില്ല നടന്നിട്ട്. ഇവിടെ സമയം ഇത്ര ആയിട്ടുള്ളൂ, പക്ഷെ ഒടുക്കത്തെ ചൂടാട്ടോ. ഇല്ല, ഇവിടെ റെന്റൽ സൈക്കിളൊന്നും ഇല്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ടേ. ടിപ്പിക്കൽ വൈഫ്. ഞാൻ തിരിച്ചു പോകുമ്പോൾ ബോർഡ് കാണിച്ചു തരാവേ. അവിടെ പിന്നെ എന്തിനാ സൈക്കിൾ റെന്റ് എടുക്കാൻ പറഞ്ഞിട്ട് രണ്ട് ചേച്ചിമാരോട് ചോക്കണം. നമുക്ക് കച്ചറുണ്ടാകണം. എന്ത് പരിപാടിയാ? ഒന്നെങ്കിൽ എഴുതിയിട്ടിരിക്കുക, അല്ലെങ്കിൽ കൊടുക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ എഴുതാണ്ടിരിക്കുക. സ്വന്തമായി എടുക്കരുത്. അതെ. നടക്കാൻ കുറേ ദൂരം ഉണ്ടെങ്കിലും ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാനൊക്കെ നല്ല അടിപൊളി പ്ലേസുകളുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഉണ്ടാ, വാ, എന്താ സ്ഥലം.
പൂക്കളൊക്കെ വീണണ്ട. അയ്യോ, ഇതാണ് ഈ മാതൃമന്ദിറിൻ്റെ ഫൗണ്ടർ ശ്രീ ഓറോബിന്ദോ. ഇവിടെ ശരിക്കുള്ള പേരെന്താ, മിറ അൽഫാസ് അങ്ങനെ എന്തോ ആണ്. അതിനുശേഷം നെയിം ചെയ്താണ് ഈ ശ്രീ ഔറോബിന്ദോ. പുള്ളിയുടെ സ്റ്റാച്ചു ആണ്. പോവാം, ഉറങ്ങുന്നു അവിടെ ഇരുന്നിട്ട്. എങ്ങനെയുണ്ട് നടത്തം? പിന്നെ ഇത്രയ്ക്ക് വിചാരിച്ചില്ല അല്ലേ ദൂരം ഉണ്ടാവുന്നു? ദൂരം എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് ചൂട് അങ്ങനെ എടുത്തിട്ടില്ല. എന്തത് നടക്കാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ആരോഗ്യമുള്ളവർ മാത്രം അതിന് നിന്നാൽ മതി. അത്യാവശ്യം നല്ല ദൂരമുണ്ട് നടക്കാൻ. അതെ, മുട്ടുവേനുള്ളവർക്കൊക്കെ അമ്മ പറയും ഞാൻ ഇവിടെ ഇരിക്കുക, ഞങ്ങൾ പോയിട്ട് കണ്ടിട്ട് വരിക അറിയും. ഈ സാധനേ മസ്റ്റാ. വെള്ളം അല്ലെങ്കിൽ പട്ടിയാവും. ഇതിലൊന്നും നമുക്ക് നടക്കാൻ തന്നെ പറ്റില്ല. നേരത്തെ ആ റോഡിൻ്റെ അവിടെ നിന്ന് പിള്ളേർ ഇതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കാൻ നോക്കിയപ്പോൾ സെക്യൂരിറ്റി ചീത്ത പറഞ്ഞു, അങ്ങോട്ട് പോരുത് പറഞ്ഞു. ആ വഴി ഈ വഴിയൊക്കെ അവർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വ്യൂ പോയിന്റ് കാണുമ്പോൾ നമുക്കിതാ ഈ വഴി മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഞാൻ അപ്പോൾ സെക്യൂരിറ്റി വേണ്ടി ഫിസിലടിക്കും. ഇതാണ് അതിൻ്റെ ഒരു ഇത് എൻട്രി. ആ ഫൈനലി ഐ തിങ്ക് ഫൈനലി വി റീച്ച് മാതൃമന്ദിർ. നമ്മൾ അവിടെ നിന്ന് കിട്ടുന്ന പാസ് ഇവിടെ കൊടുക്കണം. അതെന്തിനാ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇടയിൽ നിന്ന് ആരും കയറിയിട്ടില്ലാത്ത നേരത്തെ തന്നെ വന്ന ആൾക്കാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാവും. അവിടെ നമുക്ക് കിട്ടുന്ന പാസ് നമ്മൾ ഇവിടെ കൊടുത്താൽ മാത്രമേ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ റോട്ടിൽ കൂടെ അങ്ങോട്ടും കൊണ്ടും പോകണവരുണ്ടല്ലോ, അവർക്കൊന്നും പെട്ടെന്ന് കയറാൻ പറ്റില്ല തോന്നുന്നുണ്ട്. ഇത് നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്തെത്തി. പക്ഷെ ഇനി കുറച്ചും കൂടി നടക്കണം തോന്നുന്നു വ്യൂ പോയിന്റിൽ. അതിന് നമുക്ക് അങ്ങോട്ട് ആക്സസ് ഇല്ല. നമുക്ക് ഈ വ്യൂ പോയിന്റിൽ നിന്ന് കാണാനേ പറ്റുള്ളൂ. അങ്ങോട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ മുന്നേക്കൂട്ടി ചില ഡേറ്റ്സിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ മുന്നേക്കൂട്ടി നമ്മൾ ബുക്ക് ചെയ്ത് 3 ദിവസം മുന്നേ ബുക്ക് ചെയ്തിട്ടൊക്കെ വേണം അതിൻ്റെ ഉള്ളിൽ പോകാൻ. നമുക്ക് ഇവിടെ നമ്മൾ വരണേനും നടക്കണേനും ഡ്രസ്സിങ്ങിനും കാര്യങ്ങൾക്കൊന്നും റെസ്ട്രിക്ഷൻസ് ഇല്ല. നമുക്കിഷ്ടമുള്ള രീതിക്ക് ഡ്രസ്സ് ചെയ്തിട്ടൊക്കെ വരാം. പക്ഷേ ഈ ബോർഡറിൻ്റെ ഉള്ളിലേക്ക് ആ മാതൃമന്ദിറിൻ്റെ അങ്ങോട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ് കോഡും കാര്യങ്ങളും ഉണ്ട്. അതിനനുസരിച്ച് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ടുവേർഡ്സ് വ്യൂ പോയിന്റ്. ഇവിടെയൊക്കെ വരുമ്പോൾ എന്താ വെച്ചാൽ മാക്സിമം നമ്മളെ വേസ്റ്റും കാര്യങ്ങളും ബോട്ടിൽസും അങ്ങനത്തെ ഒന്നും നമ്മൾ അവിടെ എവിടെയും ഇടാണ്ടിരിക്കുക. കാരണം അവർ അത്രയും നീറ്റായിട്ട് നോക്കേണ്ടത്. പിന്നെ ഇപ്പം എല്ലാ സ്ഥലങ്ങളും ഇൻ്റർലോക്കും കോൺക്രീറ്റും ഒന്നല്ല, അല്ലെങ്കിലും സാധാ മണ്ണാണെങ്കിലും അവർ മാക്സിമം വൃത്തി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്നതിൽ ഒരുവിധ ആൾക്കാരൊക്കെ വിദേശത്ത് തന്നെയുള്ളവരാണ്. അവർ നമ്മളെ പോലെ അവിടെയും ഇവിടെയും വേസ്റ്റ് ഇടുക അങ്ങനത്തെ പരിപാടിയൊന്നും അവർ ചെയ്യില്ല. മാക്സിമം വരുന്നവർ വേസ്റ്റ് ഒന്നും ഇടാണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യാൻ നോക്കുക. ഓ മൈ ഗോഡ്, അതാണ് ഗൈസ് മാതൃമന്ദിർ. അവിടെ എന്തൊരു വലിയൊരു ലേക്കിൻ്റെ എന്തിൻ്റെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില്ലറ ലേക്കല്ല കേട്ടോ, വേണ്ടില്ലേ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇവിടെ ഈ ഒരു വ്യൂവേഴ്സ് ഏരിയയിൽ മാത്രം വ്യൂ പോയിന്റിൽ വന്നിട്ട് ഇവിടെ ഒന്ന് കാണാനേ പറ്റുള്ളൂ. ഇവിടെ സൈലൻസ് കീപ്പ് ചെയ്യാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ഇവിടെ വരെ നടന്നു വന്ന് ചത്തു കുഴങ്ങിയിരിക്കുക. കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ കാണാൻ ഇറങ്ങുന്നുള്ളൂ. ദേ അവളെ കണ്ടില്ല, അവളത് അവിടെ കുഴങ്ങിയിരിക്കുന്നുണ്ട്. ഫോൺ കുത്തി കളിച്ച് ഇത്രയും ദൂരം നടന്നു വന്നിട്ട് ഫോൺ കളിച്ചിരിക്കുക. ആലോചിച്ച് നോക്കണം. ഇതല്ലേ ഇതിലൊക്കെ ഇപ്പോൾ ഈ ഇതെന്തോ മറ്റേ ലേക്ക് അങ്ങനെ എന്തോ സെറ്റപ്പ് ഉണ്ടാക്കണം. ഇതിൻ്റെയൊക്കെ വർക്ക് കഴിഞ്ഞ് ഇതിലൊക്കെ വെള്ളം നിറച്ചിട്ട് കാണുമ്പോൾ ഒരു ഫീൽ എന്തായിരിക്കില്ലേ. അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു സെറ്റപ്പും. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങോട്ടൊന്നും ഭാഗത്തേക്കൊന്നും ഒരു കാലത്തും ഇപ്പോൾ ഈ വിസിറ്റേഴ്സിന് അലൗഡ് ആവുന്നുണ്ടാവില്ല. ഇതുവരെ അലൗഡ് ആവുന്നുണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ അങ്ങോട്ട് ഉള്ളിലേക്ക് കയറണമെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ ബുക്ക് ചെയ്ത്
അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിച്ചിട്ട് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റത്തുള്ളൂ. ഇവിടം വരെ എല്ലാവർക്കും വരാം. ഇവിടം വരെ ഡ്രസ് കോഡൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോവില്ല് കഴിഞ്ഞു. നമ്മൾ റിട്ടേൺ പോവാണ്. തിരിച്ച് നടക്കണോ ബസ്സിൽ പോകണോ എന്നൊരു ഐഡിയ ഇല്ല. ഭാവേ തിരിച്ചെന്ത് ചെയ്യണം? നടക്കണോ ബസ്സിൽ പോകണോ? ബസ് പോവല്ലേ? എന്ത് നടക്കണ്ടേ? വൈബ് വേണ്ടേ? വൈബ് വേണ്ട പോലും. ഇപ്പോൾ തിരിച്ച് ബസ് കിട്ടുമറിയില്ല. തിരക്കുണ്ടെങ്കിൽ തിരക്കുണ്ടെങ്കിൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഗ്ലോബിന് ചുറ്റുമുള്ള പോണ്ടിൻ്റെ വർക്കും പിന്നെ അവിടെ കുറേ പല ടൈപ്പിലുള്ള ഗാർഡൻ അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണുള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നോ സ്മോക്കിംഗ് ഏരിയ എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്നിട്ടാണ് വലിക്കണത്. നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ അതാണ് ഫോറിനേഴ്സും നമ്മുടെ ആൾക്കാർ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഫോറിനേഴ്സ് ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ രീതിക്ക് അനുസരിച്ചിട്ട് അവർ ട്രാവൽ ചെയ്യുള്ളൂ, കാണുള്ളൂ. പക്ഷെ നമ്മുടെ ആൾക്കാർ അങ്ങനെയല്ല. തോന്നിയ പോലെ അവനവൻ്റെ ഇഷ്ടത്തിന് തോന്നിയത് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസുകളൊന്നും തുടക്കത്തിൽ ഭയങ്കര വൃത്തിയാണെങ്കിലും പോകെ പോകെ ആകെ അലമ്പാവും. ഇപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടതിലും വെച്ചിട്ടേ കുറച്ചൊരു തണുപ്പുള്ള ഏരിയ പറഞ്ഞതാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ചൊരു തണുപ്പ് തോന്നും. ആഹാ, വെറുതെ അല്ല ഈ സ്ഥലം ആൾക്കാരെ കൂടെ അട്രാക്റ്റ് ചെയ്യണത് ഇവിടെ വന്ന് താമസിക്കാനൊക്കെ. കാരണം ഭയങ്കര പീസ് ആൻഡ് കാം ആയിട്ടുള്ളൊരു പ്ലേസാണ്. ആലോചിച്ച് നോക്കണം, ഇത്രയും സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കിയിട്ടും എൻട്രി ഫീ ഇല്ല. പിന്നെ വണ്ടി കൊണ്ട് വരുന്നവർക്ക് വണ്ടീൻ്റെ ഫീസ് ഇപ്പോൾ മാത്രം കൊടുത്താൽ മതി. അതിപ്പോൾ ബൈക്കാണെങ്കിൽ 2 പേര് വന്ന് 50 രൂപയല്ലേ ചിലവുള്ളൂ. കാറാണെങ്കിലും അത്ര 100 രൂപ ഒന്നും. ആ ഒരു പ്രൈസിൽ നിന്നാണ്. പിന്നെ കണ്ടില്ലേ ഇപ്പോൾ ഇവിടെ ഫ്രീ ബസ്സിൻ്റെ ഷട്ടിലുണ്ട്, ബസ്സുണ്ട്, അതുപോലെ തന്നെ ചെറിയ വാൻസ് ഉണ്ട്. ഇതൊക്കെ ഫ്രീ ആണ്, എൻട്രി ഫ്രീ. അതൊരു കാര്യമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ ചിലവുകളിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഒരുവിധം സ്ഥലങ്ങളൊക്കെ എൻട്രി ഫീ ഒക്കെ ഇല്ലാത്ത സ്ഥലങ്ങളാണ്. ഫ്രീ ആയിട്ട് നമുക്ക് എല്ലായിടത്തും. പക്ഷേ ഇപ്പോൾ എനിക്ക് വന്നിട്ട് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നൊരു സ്ഥലം മറ്റേ ഇവിടെയാണ്. എന്താണ്, പാരഡൈസ് ബീച്ചാണ്. അതൊന്നും നടക്കും അറിയില്ല, ടൈം കിട്ടും അറിയില്ല. എന്തായാലും പോയി നോക്കണം. ടൈം കിട്ടുകയാണെന്ന് വെച്ചാൽ പാരഡൈസ് ബീച്ചും കൂടി കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നാളെ രാവിലെ നേരത്തെ ബൈക്കിൽ ഇവിടുന്ന് ഇറങ്ങണോണ്ട് ഇന്ന് ഈവനിങ്ങും നമ്മൾ ഫുള്ള് കറങ്ങാൻ നിന്നാൽ നാളെ ഏർലി മോർണിംഗ് ഇറങ്ങുമ്പോൾ ടയേർഡാവും. വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. വെയിറ്റ് ചെയ്തിട്ട് പോകാമെന്നാണ് പറയുന്നത്. 15 മിനിറ്റ്സ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുകയാണ് വെച്ചാലും ഇപ്പോൾ സീനിയർ സിറ്റിസൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെയാണ് പ്രയോറിറ്റി. എപ്പോഴും മരി ഉണ്ടെങ്കിലും അവരാദ്യം കയറ്റി വിട്ടതിന് ശേഷമേ ബാക്കിയുള്ളവരെ കയറ്റി വിടുള്ളൂ. പക്ഷെ ഞാൻ പറയുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ നടന്നിട്ട് വരണം. തിരിച്ചു പോകുമ്പോൾ നമുക്ക് ബസ്സിൽ പോയാലും കുഴപ്പമില്ല. നടന്നു വന്നിട്ട് നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ. എന്തും കുറച്ച് കഷ്ടപ്പെട്ടാലേ അതിനോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പറയണ പോലെ. നടന്നു വന്നിട്ട് ആ ഒരു വരണ വഴിയും പിന്നെ വരണ വഴിക്ക് കുറേ കാര്യങ്ങളൊക്കെ കാണാനുണ്ടല്ലോ. അതൊക്കെ ആ സ്റ്റാച്ചു ഒക്കെ കണ്ട് വന്നിട്ട് പിന്നെ തിരിച്ച് ബസ്സിൽ പോവാം. അങ്ങോട്ട് വരാനുള്ള വഴി കണ്ടു കഴിഞ്ഞാൽ പേടിയാവും. അങ്ങനത്തെ ഒരു വഴിയാണ്. അതിന് വന്ന് വണ്ടി ഇപ്പോൾ അവിടെ പാർക്ക് ചെയ്തു. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി വെക്കാം. അതാ സൗണ്ട് കേൾക്കണ്ട.
ഓ കൊള്ളാല്ലേ? ടിക്കറ്റ് ഉണ്ട് ഗൈസ്. ടിക്കറ്റിന് 150 രൂപ പെർ ഹെഡ്. ഇപ്പോൾ സംഭവം സ്റ്റാർട്ടായിട്ട് നമുക്ക് ഉള്ളിൽ കയറി വെക്കാം. എന്താ അവസ്ഥ ഏതവസ്ഥ. ടിക്കറ്റ് ഇത് അടുത്തുണ്ട്. 300 റുപ്പീസാണ് രണ്ടർക്ക്. ഇതെടുത്ത് വെച്ചോ, എന്തെങ്കിലും പോവും. This instrument name is gong, made up of aluminum, so it gives sound warm and vibration. Just everyone close your eyes and feel sound and vibration. Just close your eyes. So it gives sound like Wow. lightning or a stone. In this you can use a stone, you can trap it. So you can take some pebbles and put it inside slowly. It's give a sound of ringing. Yes, and we know next. മൺചിത്രത്താഴ് അല്ലേ അല്ലേ? Yes, everyone stay inside. Gather it. Don't give any pressure or force. Just place it and move slowly. ഇങ്ങനത്തേനേക്കാൾ എടുത്തടിക്കുക അപ്പളാ രസം. അടിക്കേ അങ്ങനല്ല. ഐ സ്റ്റീൽ കട്ടരുത്. അങ്ങനെ അതും കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താ? സാപ്പാട് റൂം പോവുക, കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. വൈകുന്നേരം ഞങ്ങൾ കറങ്ങാൻ പോകണില്ലല്ലോ. വൈകുന്നേരം ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി കളിക്കുക എന്നുള്ളൊരു പ്ലാനിലാണ്. മധുരൈ വീട് നോൺ വെജ് റെസ്റ്റോറൻറ്റ്. ലഞ്ചിന് ഞങ്ങൾ കഴിച്ചത് മധുരൈ നാട്ടുകോഴി ബിരിയാണി ആൻഡ് ചിന്താമണി ചിക്കൻ കോംബോ ആയിരുന്നു കേട്ടോ. 760 രൂപയാണ്. അതിൽ ആ ചിന്താമണി ചിക്കൻ നൈസായിരുന്നു, അടിപൊളിയായിരുന്നു.
അപ്പം നമ്മുടെ അടുത്ത കലാപരിപാടി പൂളിച്ചാട്ടം. അപ്പോൾ പൂളിലാരും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. പ്രോപ്പർട്ടിയിലെ ആകെ 2-3 ഫാമിലി ഉള്ളൂ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് ഞങ്ങൾ ട്രിപ്പ് കഴിഞ്ഞു. പോണ്ടിച്ചേരിന്ന് തിരിച്ച് ഇപ്പം നാട്ടിലേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ സമയം രാവിലെ 4:30 അപ്പോൾ ബാക്കി ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞങ്ങൾ നിന്ന സ്ഥലത്തിൻ്റെ ഡീറ്റെയിലും ഒക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ, താങ്ക് യു.